14-ാമത്തെ ശ്ലോകം 12-14. നവബ്രഹ്മ സമുൽപത്തിർദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ പൃഥോ പ്രാചീനബർഹിഷ നാരദസ്യ ച സംവാദഃ തതഃ പ്രയവ്രതന്ദ്വിജാഃ നാഭേസ്തതോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. ഇനി ചതുർത്ഥം പഞ്ചമം ഇങ്ങനെ തുടങ്ങുകയാണ്. മരീചി മുതലായിട്ടുള്ള 9 പ്രജാപതിമാരുടെ സമുൽപ്പത്തി. മരീചിരത്രി അങ്കിരസ പുലസ്ത്യ പുലഹ ക്രതു ഭൃഗുർ വസിഷ്ഠോ ദക്ഷശ്ച ദശമസ്തത്ര നാരദ. അതിൻ്റെ ശേഷമുണ്ടായതാണ് കർദമാദികൾ. അപ്പോൾ മരീചി തൊട്ടുള്ള 9 പ്രജാപതിമാരുടെ ഉത്ഭവം. പിന്നെ ദക്ഷയജ്ഞധ്വംസനം, ദക്ഷയാഗമകഥ, ധ്രുവചരിതം, പൃഥുചരിതം, പ്രാചീനബർഹിസിനെയും അതേപോലെ പ്രാചീനബർഹിസിൻ്റെ കർമ്മഠത്വവും പ്രാചീനബർഹിസിന് മുക്തി കിട്ടാൻ വേണ്ടതായിട്ടുള്ള പാരോക്ഷ വിവരണമായിട്ടുള്ള പുരഞ്ജനോപാഖ്യാനം നാരദനാൽ പറയപ്പെട്ടതും നന്നായിട്ട് തന്നെ ഈ 4-ാമത്തെ സ്കന്ധത്തിൽ ചേർക്കപ്പെട്ടു. ഇപ്പോൾ ദക്ഷയാഗം ധർമ്മമായിട്ടും ധ്രുവചരിതം അർത്ഥമായിട്ടും പൃഥുചരിതം കാമമായിട്ടും പുരഞ്ജനോപാഖ്യാനം മോക്ഷമായിട്ടും ചതുഷ്ടയം എന്ന് കണക്കാക്കണം. ഇപ്പോൾ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് സാരം. നവബ്രഹ്മ സമുത്പത്തി 9 ബ്രാഹ്മണരുടെ ജനനം. ദക്ഷയജ്ഞ വിനാശനം, ദക്ഷയാഗം എന്ന ദക്ഷൻ്റെ ബൃഹസ്പതി സവത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള മഹാദേവൻ്റെ ആ ഒരു കഥ. പിന്നെ ധ്രുവസ്യ ചരിതം, ധ്രുവചരിതം കഥ. പശ്ചാത് പൃഥോഹോ, പൃഥുചരിതം എന്ന കഥ പിന്നീട്. പ്രാചീനബർഹിഷ, പ്രാചീനബർഹിസിൻ്റെ ആ കഥ, അത് പുരഞ്ജനോപാഖ്യാനം തൊട്ടുള്ളത്. നാരദസ്യ ച സംവാദഃ, നാരദൻ്റെ സംവാദം ആയിട്ടാണ് അത് മുഴുവൻ നമുക്ക് കിട്ടുന്നത്. തതഃ പ്രയവ്രതം ദ്വിജാഹ, അതിനുശേഷം പഞ്ചമസ്കന്ധത്തിൽ പ്രിയവ്രതൻ മനുപുത്രനാണ്. അദ്ദേഹത്തിൻ്റെ ആ വംശപരമ്പര വളരെ വിസ്തരിച്ച് പറയണം. പ്രിയവ്രതൻ, അഗ്നിധ്രൻ, നാഭി, ഋഷഭൻ, ഭരതൻ, ഇങ്ങനെയുള്ള ചരിതം. നാഭേഹേ തതഃ അനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. നാഭിയുടെ പുത്രനായിട്ടുള്ള ഋഷഭനും ഋഷഭൻ്റെ ശേഷമുള്ള പുത്രനായിട്ടുള്ള ഭരതൻ്റെ ചരിത്രവും വിസ്തരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നു. നവബ്രഹ്മ സമുൽപത്തി ദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥോഹോ ചരിതം പ്രാചീനബർഹിഷഃ നാരദസ്യ ച സംവാദഃ തതഃ പ്രയവ്രതം ദ്വിജാഃ നാഭേഃ തതഃ അനുചരിതം ഋഷഭസ്യ ച ഭരതസ്യ ച. നവബ്രഹ്മസമുൽപത്തിർദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥോ പ്രാചീനബർഹിഷ നാരദസ്യ ച സംവാദസ്തത പ്രയവ്രതം ദ്വിജാ നാഭേസ്തതോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. തതോ ദ്വീപസമുദ്രാദ്രിവർഷനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി. ഇനി 15-ാമത്തെ ശ്ലോകം. തതോ ദ്വീപ സമുദ്ര അദ്രി വർഷ നദി ഉപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരക സ്ഥിതി. ദ്വീപവർഷ സമുദ്രാണാം ഗിരി നദി ഉപവർണ്ണനം. പറഞ്ഞോളൂ, ആരാ പറയണ? അത് 16-ാമത്തെ. 14-ാമത്തെ. 14ഉം 15ഉം ഒന്നിച്ചാണ്. തതോ ദ്വീപ സമുദ്ര അദ്രി വർഷ നദി ഉപവർണ്ണനം. പിന്നെ ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി. അതിനുശേഷം ദ്വീപങ്ങൾ 7 വൻകരകളെക്കുറിച്ച് പറഞ്ഞു, 7 സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, 7 പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ 28 പർവ്വതങ്ങൾ, പിന്നെ എല്ലാറ്റിലും 4 പർവ്വതങ്ങൾ, എല്ലാറ്റിലും
7 പർവ്വതങ്ങൾ, അങ്ങനെ അനവധി വിസ്തരിച്ച് പർവ്വതങ്ങളുടെ ഒരു ടോട്ടൽ കണക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. ഭാരതാദി വർഷങ്ങൾ, അത് ഈ 7 വൻകരകളെ വീണ്ടും വിഭജിച്ചതായിട്ടുള്ള കാര്യങ്ങൾ. ഗംഗാദി നദികൾ, ഒരു 10-28 നദികളുടെ പേര് പറഞ്ഞു. ജ്യോതിഷ് ചക്രവർണ്ണനം, ഊർധ്വലോകത്തിലുള്ള നക്ഷത്ര രാശി, സൂര്യൻ തൊട്ടുള്ള ചന്ദ്രൻ, സൂര്യൻ, ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു. പാതാള ലോകങ്ങളായിട്ടുള്ള നരകം തൊട്ടുള്ള സകലതും പറഞ്ഞു. അധരം സുതലം തൊട്ടിട്ട് നരകം വരെയുള്ള സകല കാര്യങ്ങളും പറഞ്ഞു. നിരൂപണം, ഇതൊക്കെ പഞ്ചമസ്കന്ധത്തിലെ വിഷയങ്ങളായിട്ട് പറഞ്ഞു എന്ന് സാരം. ഇപ്പോൾ രാശികളായാലും ഗ്രഹങ്ങളായാലും നക്ഷത്രജാലങ്ങളായാലും മറ്റ് ജ്യോതിർഗോളങ്ങളായാലും അതിൽ ശിംശുമാരൻ്റെ രൂപത്തിൽ ഈ എല്ലാത്തിനെയും ഭഗവാൻ ഒന്നിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തിയത്, അങ്ങനെ അനവധി കാര്യങ്ങളെ അവിടെ വിസ്തരിച്ച് പറഞ്ഞു എന്ന് പറയുകയാണ്. ഇപ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഞ്ചമസ്കന്ധത്തിൽ സ്ഥിതി, എങ്ങനെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭഗവാങ്കൽ എന്ന് ജ്യോതിർഗോള വർണ്ണനയിൽ ശിംശുമാരൻ്റെ രൂപത്തിൽ മുകളിലും, പിന്നെ 12 അവയവങ്ങളായിട്ട് ഭഗവാന്റെ ഈ രൂപത്തിൽ പാദം മുതൽ ശിരോ കിരീടം വരെയെന്ന് കൂട്ടാം, അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രം വരെയുള്ള ഭാഗങ്ങളായിട്ട് 12 അവയവങ്ങളിലായിട്ട് ഈ 14 ലോകങ്ങളെ ഉൾപ്പെടുത്തി എന്നെല്ലാം ആ പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞു. തതോ ദ്വീപ സമുദ്ര അദ്രി വർഷ നദി ഉപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരക സ്ഥിതി. പിന്നെ 6ാമത്തെ സ്കന്ധത്തിൽ ദക്ഷജന്മ പ്രചേതോഭ്യ തൽപുത്രീണാം ച സന്തതി യതോ ദേവ അസുര നരാഹ തിര്യഗ് നഗ ഖഗാദയ. പിന്നീട് അജാമിള ഉപാഖ്യാനം, അത് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. അജാമിള ഉപാഖ്യാനം അതിലുണ്ട്, അങ്ങനെ പറയാത്ത കുറേ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ ദക്ഷൻ്റെ ജന്മം, പ്രാചേരസ ദക്ഷൻ്റെ ജന്മം പറഞ്ഞു. അതിൽ 60 പുത്രിമാരിലൂടെ വംശം വർദ്ധിച്ചതിനെ വിസ്തരിച്ച് പറഞ്ഞു. പിന്നെ ദേവാസുര, ദേവന്മാരായിട്ട്, സുരന്മാരായിട്ട്, അസുരന്മാരായിട്ട്, നരൻ, തിര്യഗ് ജാതികൾ, പിന്നെ പർവ്വതങ്ങൾ, പക്ഷികൾ, ഇങ്ങനെ സകല കാര്യങ്ങളും അതിൽ പറയപ്പെട്ടു. ദക്ഷജന്മ പ്രചേതോഭ്യസ്തൽ പുത്രീണാം ച സന്തതി യതോ ദേവ അസുരനരാഹ തിര്യങ് നഗ ഖഗാദയ. അതായത് മരുതുൽപ്പത്തി കൂടി എന്ന് സാരം. അപ്പോൾ അവിടെ വിസ്തരിച്ച് എല്ലാം പറഞ്ഞു എന്നുള്ളത് ഒരു ശ്ലോകത്തിലാവുമ്പോൾ അത്ര എളുപ്പമല്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചു, അത്രയേ ഉള്ളൂ. ദക്ഷജന്മ പ്രചേതോഭ്യസ്തൽ പുത്രീണാം ച സന്തതി യതോ ദേവ അസുരനരാഹ തിര്യങ് നഗ ഖഗാദയ. പ്രചേതസ്സുകളിൽ നിന്ന് ഉത്ഭവിച്ച ദക്ഷൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രിമാരുടെ സന്താനങ്ങളുടെയും ചരിത്രം. കശ്യപനിൽ നിന്നാണ് ഈ അനവധി സൃഷ്ടി വർധന നടന്നത് എന്നും അവരിൽ നിന്നാണ് ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ മുതലായവയൊക്കെ ഉണ്ടായത് എന്നും വർണ്ണിച്ചു. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച ദിതേർദ്വിജാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന. ത്വാഷ്ട്രൻ്റെ ജന്മനിധനം, വൃത്രൻ്റെ കഥയാണ് ത്വാഷ്ട്രൻ എന്നുദ്ദേശിച്ചത്. ത്വാഷ്ട്രനിൽ നിന്നുണ്ടായത് 2 പേരാണ്. ഒന്ന് വിശ്വരൂപൻ, പിന്നീട് വൃത്രൻ. വിശ്വരൂപനും വൃത്രനും ത്വാഷ്ട്രന്മാരാണ്. അവരുടെ വധാദി കാര്യങ്ങളെ പറഞ്ഞു. പിന്നെ ദിതേഹ ദ്വിജാഹ, അവർ ദിതിയുടെ പുത്രന്മാരായിരുന്നു. അതേപോലെ തന്നെയാണ് മരുതുൽപ്പത്തി ദിതിയുടെ പുത്രന്മാരാണ്. പക്ഷേ അവർ ദൈതേയരെന്നല്ല അറിയപ്പെടുക, ആതിഥേയരെന്നാണ് അറിയപ്പെടുക, വായുക്കളായി മാറി. അതുകൊണ്ട് ദൈത്യേശ്വരസ്യ ചരിതം, ദൈത്യന്മാരിൽ ഈശ്വരന്മാരായിട്ടുള്ള ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ തൊട്ടുള്ളവരുടെ കഥയാണ് പറഞ്ഞത്. പക്ഷേ അത് പ്രഹ്ലാദൻ്റെ ചരിതം എന്നാണ് പറയുക. കാരണം ഭഗവാൻ പ്രഹ്ലാദനെയാണ് ദൈത്യ ഈശ്വരനായിട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് സപ്തമസ്കന്ധത്തെ അങ്ങനെ പറഞ്ഞു. ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച ദ്വിതേർദ്വിജാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന. വൃത്രാസുരൻ്റെ ഉൽപ്പത്തിയും മരണവും എന്നീ വിഷയങ്ങൾ
ആറാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു. ദിതിയുടെ പുത്രന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ചരിതം, മഹാത്മാവായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ചരിതം, നരസിംഹ അവതാരത്തോടു കൂടിയിട്ട് ത്രിപുരദഹനാദി കാര്യങ്ങളൊക്കെ വർണ്ണാശ്രമധർമ്മങ്ങൾ വിസ്തരിക്കുന്നത് നാരദൻ യുധിഷ്ഠിരനോട് അതൊക്കെ അതിൽ പറഞ്ഞു. ഏഴാമത്തെ സ്കന്ധത്തിൽ അനവധി കാര്യങ്ങൾ പറഞ്ഞു. എട്ടാമത്തെ സ്കന്ധത്തിൽ മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയ ശിരാദയാം. മന്വന്തരങ്ങളുടെ വിവരണം, ഗജേന്ദ്രമോക്ഷം, മന്വന്തരങ്ങളിലുണ്ടാകുന്ന ഭഗവത് അവതാരങ്ങൾ, വിഷ്ണുവിൻ്റെ ഹയഗ്രീവ അവതാരം എന്നിവ അഷ്ടമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥകളാണ്. ഇപ്പോൾ മന്വന്തരം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു വംശവിസ്താരത്തെ പറഞ്ഞു, തുടർന്ന് ഗജേന്ദ്രമോക്ഷത്തെ പറഞ്ഞു, പിന്നെ പാലാഴിമഥനത്തെ പറഞ്ഞു, പിന്നീട് വാമനാവതാര ചരിത്രത്തെ വിസ്തരിച്ച് പറഞ്ഞു, അതിനുശേഷം മത്സ്യാവതാരത്തെക്കുറിച്ച് പറഞ്ഞു. അതാണ് ഹയഗ്രീവാവതാരം. എവിടെയാ ഹയഗ്രീവൻ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഹയഗ്രീവൻ എവിടെയാ? മത്സ്യാവതാരത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ ഹയഗ്രീവനെ വധിച്ചു, വേദത്തെ വീണ്ടെടുത്തു, ബ്രഹ്മാവിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹയഗ്രീവാവതാരത്തിന് കുറേ പ്രാധാന്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഹയഗ്രീവാവതാരത്തെ സൂചിപ്പിച്ചു. മത്സ്യാവതാര കഥയിലാണ് ഉള്ളത്. 8-24 അധ്യായത്തിൽ ഒടുക്കമാണ്. മന്വന്തര അനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തര അവതാരാശ്ച വിഷ്ണോർഹയ ശിരാദയ കൗർമം ധാന്വന്തരം മാത്സ്യം വാമനം ച ജഗൽപദേ ക്ഷീരോദമഥനം ക്ഷീര ഉദമഥനം തദ്വത് അമൃതാർത്ഥേ ദിവൗകസാം. പിന്നെ ഭഗവാൻ സ്വീകരിച്ചതായിട്ടുള്ള ഈ കൂർമാവതാരം, മത്സ്യാവതാരം ആദ്യം പറഞ്ഞു. ധന്വന്തരിയായിട്ട് വന്നത്, വാമനാവതാരം, ദേവന്മാർക്ക് അമൃതലാഭത്തിനായിട്ട് പാൽക്കടൽ കടന്നതായിട്ട് ചരിതം. ഇതൊക്കെ അഷ്ടമസ്കന്ധത്തിലെ വിഷയങ്ങളാണ്. കൗർമം, ധാന്വന്തരം, മാത്സ്യം, വാമനം, മോഹിനി, ലക്ഷ്മി ഇതിലുണ്ടായിട്ടുണ്ട്, പരശുരാമൻ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഇനി പറയും. കൗർമം, ധാന്വന്തരം, മാത്സ്യം, വാമനം ച ജഗൽപദേഹേ ക്ഷീര ഉദമഥനം, പാലാഴി കടഞ്ഞത്, തദ്വത് അതേപോലെ തന്നെ അമൃതാർത്ഥേ, അമൃത കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ദിവ ഔകസാം, സ്വർഗവാസികളുടെ ഭാഗത്ത് എന്ന് സാരം. ദിവ ഓകസാം, സ്വർഗവാസികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട്. ഓകസാം എന്ന് വെച്ചാൽ അരികത്ത് എന്നാണ് അർത്ഥം. ദിവ എന്നുള്ളത് ദേവന്മാർ എന്നുള്ള, ദേവലോകത്ത് വസിക്കുന്നവർ. ഓകസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികത്ത് എന്ന് വെച്ചാൽ ഭഗവാനും ദേവന്മാരും കൂടിയിട്ടാണ് ഈ വാസുകിയുടെ വാല് പിടിച്ചത്, കടയ. അതാണ് ദിവൗകസാം. കൗർമന്ധാന്വന്തരം മാത്സ്യം വാമനം ച ജഗൽപദേഹേ ക്ഷീരോദമഥനം തദ്വത് അമൃതാർത്ഥേ ദിവൗകസാം. ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാദ്യാന്തൃഗാദയാം. ദേവന്മാർക്കും അസുരന്മാർക്കും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധം, ദേവാസുര മഹായുദ്ധം. അതിനുശേഷം അഷ്ടമസ്കന്ധത്തിൽ കഴിഞ്ഞതിന് ശേഷം നവമസ്കന്ധത്തിലേക്ക് കടന്നു. രാജവംശങ്ങളെക്കുറിച്ചുള്ള വർണ്ണനം, രാജവംശ അനുകീർത്തനം. പിന്നെയോ ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ ജനനം, ഇക്ഷ്വാകു ജന്മം. അപ്പം അതിൻ്റെ മുന്നേ ഇളോപാഖ്യാനാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വംശത്തിൽ ജനിച്ചവർ മഹാത്മാവായിട്ടുള്ള സുദ്യുമ്നൻ എന്ന ഇള, ആദ്യം ഇളയായിട്ട് ജനിച്ചത്, പിന്നീട് സുദ്യുമ്നനായത്, അതിൽ പുരൂരവസുണ്ടായത് ഇളാബുധന്. അപ്പം അതൊക്കെ ആ ചരിത്രത്തെ വിസ്തരിച്ച് പറഞ്ഞു. താരയുടെ കഥ, സൂര്യവംശോൽപ്പത്തി, ശശാദൻ, നൃഗൻ മുതലായവരുടെ കഥ പറഞ്ഞു. താര എന്നുള്ളത് വ്യാഴത്തിൻ്റെ ഭാര്യ,
അതിൽ ചന്ദ്രന് ഈ താരയിൽ ഉണ്ടായിട്ടുള്ള ഉണ്ണിയാണ് ബുധൻ. ആ ബുധൻ ഈ ഇളയെ കണ്ടു കഴിഞ്ഞപ്പോൾ വേളി കഴിച്ചു. അതിൽ പുരൂരവസ് ഉണ്ടായി. ചന്ദ്രവംശം അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇക്ഷ്വാകു തൊട്ടുള്ള സൂര്യവംശ രാജാക്കന്മാർ. അതിൽ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ ശ്രീരാമനും പിന്നെ ഈ പുരൂരവസിൻ്റെ വംശത്തിൽ യാദവനായിട്ട് ശ്രീകൃഷ്ണനും അവതാരമെടുത്തു. അതിന് പറയാൻ പോകണം. 27-28 കേട്ടേ പറയാം. ദേവാസുര മഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനം അത്ര ഉക്തം താരോപാഖ്യാനം ഏവ ച സൂര്യവംശ അനുകഥനം ശശാദാദ്യ നൃഗാദയ. ശശാദം തൊട്ടുള്ള രാജാക്കന്മാരെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു. അനവധി രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞു. ദേവ അസുര മഹായുദ്ധം രാജവംശ അനുകീർത്തനം ഇക്ഷ്വാകു ജന്മ തത് വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളാവുപാഖ്യാനം അത്ര ഉക്തം താര ഉപാഖ്യാനം ഏവ ച സൂര്യവംശ അനുകഥനം ശശാദാദ്യ നൃഗാദയ. ദേവാസുര മഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാദ്യ നൃഗാദയ. സൗഗന്യം ച അഥ ശര്യാദേ കകുൽസ്ഥസ്യ ച ധീമത ഖട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേഹേ അംഗപരിത്യാഗ ജനകാനാം ച സംഭവാം. സൗകന്യം സുകന്യയുടെ കഥ. ശര്യാദിയുടെ പുത്രിയായിട്ടുള്ള സുകന്യയുടെ കഥ. കകുൽസ്ഥസ്യ ച ധീമത കകുൽസ്ഥൻ്റെ അതുപോലെ രേവതൻ്റെ കഥ. ഖട്വാംഗൻ്റെ പിന്നെ മാന്ധാതാവിൻ്റെ യൗവനാശൻ്റെ പുത്രനായിട്ടുള്ള മാന്ധാതാവ് ഉണ്ടായത്. മാന്ധാതാവിൻ്റെ 50 മക്കൾക്ക് സൗഭരി ഭർത്താവായത്. പിന്നെ സഗരപുത്രന്മാർ അവരുടെ മുക്തിയാദി കാര്യങ്ങൾ ഭഗീരഥ പ്രയത്നമൊക്കെ പറഞ്ഞു. രാമസ്യ കോസല ഇന്ദ്രസ്യ കോസലത്തിൻ്റെ രാജാവായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ചരിതം. കിൽബിഷാപഹം എല്ലാവിധ ചീത്തകളെയും ഇല്ലാതെയാക്കുക എന്ന ഭാവം. നിമേഹേ അംഗപരിത്യാഗം നിമിയുടെ ദേഹത്തെ പരിത്യജിച്ചത്. നിമി യാഗം ചെയ്യാൻ പറഞ്ഞത് യാഗം ചെയ്യാൻ കൂട്ടാക്കാതെ കണ്ട് വസിഷ്ഠൻ പോയത്. വന്നപ്പോഴേക്കും ഗൗതമനെ കൊണ്ട് യാഗം നടത്തിയത്. അപ്പോൾ ശാപമായിട്ട് വസിഷ്ഠൻ കൊടുത്തത് അംഗം വീണുപോകട്ടെ എന്നാണ്. അപ്പോൾ ആ നിമിയുടെ ദേഹം വീണുപോയപ്പോൾ നിമിയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിൽ ഇരിക്കണത്. നമ്മുടെ കണ്ണിൽ കൺപോളങ്ങനെ അങ്ങോട്ട് തുറക്കുകയൊക്കെ ചെയ്യണത് നിമിയുടെ സാന്നിധ്യം കൊണ്ടാണ്. നിമേഹേ അംഗപരിത്യാഗം ശരീരം പോവുകയും ചെയ്തു, നമ്മുടെ കൺപോളയിലേക്ക് കയറുകയും ചെയ്തു. ജനകാനാം ച സംഭവ ജനകൻ എന്നുള്ള പേരിൽ പിന്നീട് നിമിയുടെ ദേഹത്തു നിന്ന് ജനകൻ മിഥിലൻ ഒക്കെ ഉണ്ടായത്. വിദർഭൻ, ജനകൻ, മിഥിലൻ, നിമി ഒക്കെ ഒരാളാണ്. സൗകന്യം ച അഥ ശര്യാദേഹേ കകുൽസ്ഥസ്യ ച ധീമത ഖട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേഹേ അംഗപരിത്യാഗ ജനകാനാം ച സംഭവ. സൗകന്യം ചാഥ ചര്യാദേ കകുൽസ്ഥസ്യ ച ധീമത ഖട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാദേർനഹുഷസ്യ ച. ഭൃഗുകുലത്ത് ജനിച്ച പരശുരാമൻ. ആ പരശുരാമൻ ഭൂമിയിലുണ്ടായിരുന്ന ദുഷ്ടക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചതായിട്ടുള്ള കഥ. ചന്ദ്രവംശജാതനായിട്ടുള്ള പുരൂരവസ, യയാതി, നഹുഷൻ ഇവരുടെ ചരിത്രം. രാമസ്യ ഭാർഗവ ഇന്ദ്രസ്യ ഭാർഗവ കുലത്തിൽ ഇന്ദ്രനായിട്ട് ജനിച്ച പരശുരാമൻ്റെ കഥ. നിക്ഷത്രകരണം ഭുവ ഭൂമിയിലുള്ള രാജാക്കന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തു എന്ന കഥ. നിക്ഷത്രകരണം. ഐളനായിട്ടുള്ള പുരൂരവസ്
അതിലുണ്ടായ സോമവംശത്തിൻ്റെ കഥ. യയാദേഹേ നഹുഷസ്യ ച, യയാദി നഹുഷൻ തൊട്ടുള്ള മഹാരാജാക്കന്മാരുടെ കഥ. അത് ചന്ദ്രവംശ രാജാക്കന്മാരാണ്. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാദേ നഹുഷസ്യ ച ദൗഷ്യന്തേർഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യ ച യയാദേർജ്യേഷ്ഠപുത്രസ്യ യദോർവംശോ അനുകീർത്തിത. ദുഷ്യന്തൻ്റെ പുത്രനായിട്ടുള്ള ഭരതൻ. ദൗഷ്യന്തേഹേ ഭരതസ്യ അപി ശന്തനോഹോ തത് സുതസ്യ ച, ശന്തനു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഭീഷ്മർ. യയാദേഹേ ജ്യേഷ്ഠപുത്രസ്യ, യയാദിയുടെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള യദു. ഇവരുടെ ചരിത്രം. യദോഹോ വംശം അനുകീർത്തിത. ദൗഷ്യന്തേഹേ ഭരതസ്യ അപി ശന്തനോഹോ തത് സുതസ്യ ച യയാദേഹേ ജ്യേഷ്ഠപുത്രസ്യ യദോഹോ വംശഃ അനുകീർത്തിതഃ. ദൗഷ്യന്തേർഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യ ച യയാദേർജ്യേഷ്ഠപുത്രസ്യ യദോർവംശോ അനുകീർത്തിത. യത്ര അവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. യദുവിൻ്റെ കുലത്തിൽ ശ്രീകൃഷ്ണൻ എന്ന നാമധേയം സ്വീകരിച്ചുകൊണ്ട് ജഗത്തിൻ്റെ ഈശ്വരനായിട്ടാണ് ഭഗവാൻ പരിപൂർണതമനായിട്ട് അവതരിച്ചത്. വസുദേവരുടെ ഗൃഹത്തിൽ ഭഗവാൻ ദേവകി വസുദേവർക്ക് പുത്രനായിട്ട് കൃഷ്ണൻ എന്ന പേരിൽ ജനിച്ചു. ഗോകുലത്തിൽ വളരുകയും ചെയ്തു. മധുരാമണ്ഡലത്തിലാണ് ഭഗവാന്റെ ജനനം, വളർച്ച മുഴുവൻ, ലീലകൾ മുഴുവൻ മധുരാമണ്ഡലത്തിലാണിത്. ടോട്ടലാണ്. മധുരയിൽ ജനിച്ചു, അമ്പാടിയിൽ വന്നു, ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ വളർന്നു, വീണ്ടും മധുരയ്ക്ക് പോയി, തുടർന്ന് ദ്വാരകയിലേക്ക് എത്തി. അങ്ങനെ ദേശം മാറിക്കൊണ്ടുള്ള ഭഗവാന്റെ ഈ മുഴുവൻ ലീലകളും മധുരാമണ്ഡലത്തിലാണ് നടന്നത്. അപ്പം അതുകൊണ്ട് മധുരാലീലകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പറ്റൂ എന്ന് സാരം. എത്ര അവതീർണ ഭഗവാൻ കൃഷ്ണ, എവിടെയാണോ ഭഗവാൻ കൃഷ്ണൻ എന്ന പേരിൽ, കൃഷ്ണാഖ്യ, കൃഷ്ണൻ എന്ന പേരിൽ യശസ്വിയായത്, ജഗദീശ്വര, ജഗത്തിൻ്റെ ഈശ്വരൻ, വസുദേവഗൃഹേ, വസുദേവരുടെ ഗൃഹത്തിൽ വസുദേവന് പുത്രനായിക്കൊണ്ട് ജന്മ തതഃ വൃദ്ധി ച ഗോകുലേ, ഗോകുലത്തിൻ്റെ വൃദ്ധിയും പിന്നെ യദുവംശത്തിൻ്റെ വൃദ്ധിയും, അതും കുറച്ച് സാമാന്യക്കാർക്ക് പറ്റാത്ത രീതിയിലുള്ള വലിയ വൃദ്ധിയാണ്. 16,108 അവർക്കൊക്കെ 10 പുത്രന്മാർ, ഓരോ പുത്രി. പിന്നെ മറ്റുള്ളവർക്കും ഇതൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. 18 ഭാര്യമാരുണ്ട് വസുദേവർക്ക് മാത്രം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. വളരെ കൂടുതലാണ് സംഖ്യ, എത്രയാണെന്ന് പറയാൻ നിർത്തില്ല. യത്ര അവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതന അസുപയപ്പാനം ശകടോച്ചാരണം ശിശോഹോ. പിന്നെ അസുരന്മാരെ സംഹരിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തതായിട്ടുള്ള കഥകൾ എത്രയാ ദശമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. 90 അധ്യായങ്ങളിലായിട്ട്. ശിശുവായിരിക്കുമ്പോൾ തന്നെ പൂതനയുടെ പ്രാണവായുവിനെ തന്നിലേക്ക് തന്നെ സ്വീകരിച്ച് വിഷം കൊടുത്ത് മുലപ്പാൽ അതിന് പകരം പ്രാണനെ സ്വീകരിച്ചു. എന്നിട്ടോ സംഹരിച്ച് മുക്തി കൊടുത്തു. ശകടാസുരനെയും അതേപോലെ തന്നെ മുക്തനാക്കി. തസ്യ കർമാണി അപാരാണി, ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കർമ്മങ്ങൾ അപാരം എന്നേ പറയാൻ നിർത്തിയുള്ളൂ, ആർക്കും പറയാൻ കൂടി പറ്റില്ല. കീർത്തിദാനി അസുരദ്വിഷ, അസുരന്മാരെ ദ്വേഷിക്കുന്ന കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഭഗവാൻ കീർത്തിക്കപ്പെടുന്നു എല്ലാവരാലും. പൂതന അസു പയ പാനം, പൂതനയുടെ അസു എന്നുള്ളത് പ്രാണൻ, ചീത്ത എന്ന് സാരം. നമ്മളിപ്പോൾ കൊടുത്തത് വിഷമാണ്. വിഷം കൊടുത്തപ്പോൾ പാലിൽ കൊടുക്കേണ്ട സ്ഥാനത്ത് വിഷം കൊടുത്തപ്പോൾ അത് ചീത്തയാണ്, ആ നിലയ്ക്ക് ചീത്തയാണ്. പിന്നെ ഒരിക്കലും പുത്തനാവാത്തൊരു ഭാവം ഉണ്ടായിരുന്നു പൂതനയ്ക്ക്. അതിനെ ഭഗവാൻ എന്ത് ചെയ്തു? ആ ചീത്തകളെ മുഴുവൻ നശിപ്പിച്ചു. നല്ലതിനെ നല്ലതാക്കി തീർത്ത്
ആ നല്ലതിനെ ഭഗവാൻ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തു. പൂതന അസു പയ പാനം. പയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല. പ്രാണനാകുന്ന ആ ശുദ്ധ പയസ്സിനെ പാനം ചെയ്തുകൊണ്ട് മുക്തി കൊടുത്തു പൂതനയ്ക്ക്. ശകട ഉച്ചാടനം ശിശോഹോ. ശിശുവായിരുന്നപ്പോൾ ഈ ശകടത്തിൽ ആവേശിച്ചതായിട്ടുള്ള വാത്യാരൂപധരനായിട്ടുള്ള ശകടാസുരൻ എന്ന ദേഹമില്ലാതെ കണ്ട് നടക്കുന്ന ആ കംസഭൃത്യനായിട്ടുള്ള അസുരന് മുക്തി കൊടുത്ത് ദേഹം വേണ്ടാത്ത രീതിയിലാക്കി തീർത്തു. സാരൂപ്യ മുക്തി കൊടുത്തു. തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതന അസുപയപ്പാനം ശകടോച്ചാടനം ശിശോഹോ തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോ ധേനുകസ്യ സഹ ഭ്രാതു പ്രലംബസ്യ ച സംശയാം. തൃണാവർത്തൻ്റെ പിന്നെ നിഷ്പേഷ തൃണാവർത്തൻ്റെ മുക്തിയും അതേപോലെ തന്നെ. ഇനി ഒന്നുമില്ല ബാക്കി, ആ രീതിയിലാക്കി തീർത്തു. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ ഉണ്ടാവണ്ടേ, ഒന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയിലെത്തിയാൽ പിന്നെന്താ ചെയ്യുക? നിഷ്പേഷ എന്ന് പറഞ്ഞാൽ ചവിട്ടി താഴ്ത്തുക എന്നുള്ള സാരം, അങ്ങനെയാണ് വരിക. അവിടെ ഇപ്പോൾ ചവിട്ടി താഴ്ത്തുക വെച്ചാൽ ആ വലിയ ശരീരത്തിൻ്റെ മുകളിൽ നിന്നു എന്നൊറ്റേ ഉള്ളൂ. പിന്നെയോ തൃണാവർത്തസ്യ നിഷ്പേഷ തഥായേവ ബഗ വത്സയോഹോ. ബഗൻ എന്ന കുറ്റി, വത്സൻ എന്നുള്ള വത്സാസുരൻ്റെ മരണം. പിന്നെ ധേനുകസ്യ സഹഭ്രാതു. ധേനുകനെ കൊന്നത് രാമന. പ്രലംബനി കൊന്നത് രാമന. ച സംശയ. അവർക്കൊക്കെ മുക്തി കൊടുത്തായിട്ടുള്ള കാര്യം. ധേനുകനും പ്രലംബനും ഒക്കെ ബലരാമനാൽ മുക്തനായി. അതേപോലെ തൃണാവർത്തനും ബഗനും വത്സനും ഒക്കെ ഭഗവാനാൽ മുക്തരായി. ഇങ്ങനെ പറഞ്ഞു. തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോഹോ ധേനുകസ്യ സഹ ഭ്രാതു പ്രലംബസ്യ ച സംശയ. ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പത ദമനം കാളിയസ്യ അഹേഹേ മഹാഹേഹേ നന്ദമോക്ഷണം. 4 ഭാഗത്തുനിന്നും ഒരേ സമയത്ത് വ്യാപിച്ചു വന്നതായിട്ടുള്ള കാട്ടുതീയിൽ നിന്ന് ഈ ഗോപന്മാരെ ശ്രീകൃഷ്ണൻ രക്ഷിച്ചു, അഗ്നിപാനം ചെയ്തുകൊണ്ട്. കാളിയൻ്റെ മത അപഹരണത്തിന് വേണ്ടിയിട്ട് കാളിയൻ്റെ ആ വിഷവീര്യത്തെക്കുറിച്ച് കുറയ്ക്കുകയും ചെയ്തു. ആ പാമ്പിൽ നിന്ന് നന്ദഗോപരെ രക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേഹേ പരിസർപ്പണം ദമനം കാളിയസ്യ അഹേഹേ മഹാഹേഹേ നന്ദമോക്ഷണം. പിന്നെ നന്ദഗോപരെ ഒരു പെരുമ്പാമ്പ് പിടിക്കണ്ടായി. അപ്പോൾ ആ പെരുമ്പാമ്പിനെ ഭഗവാൻ വിദ്യാധരൻ എന്നുള്ള ദേവനാണ്, ഗന്ധർവനാണ്. ഇടത്തെ കാലുകൊണ്ടൊന്ന് സ്പർശിച്ച് മുക്തി കൊടുത്തു എന്നാണ്. ഗോപാനാം ച പരിത്രാണം, ഗോപന്മാരെ രക്ഷിച്ചത് ദാവാഗ്നി പാനം ചെയ്തുകൊണ്ട്. അതും 4 പാടും ദാവാഗ്നി അങ്ങോട്ട് പടർന്നു കഴിഞ്ഞപ്പോഴേ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ലാണ്ട് രക്ഷിക്കണേന്ന് ഗോപന്മാരും പശുക്കളും ഒരേപോലെ പ്രാർത്ഥിച്ചപ്പോഴാണ് അത് ചെയ്തത്. 2 തവണ അഗ്നിപാനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദമനം, അതേപോലെ കാളിയസ്യ അഹേഹെ, കാളിയനാകുന്ന ആ സർപ്പത്തിൻ്റെ അഹങ്കാരമാകുന്നതിനെ ഇല്ലായ്മ ചെയ്തു, രമണക ദ്വീപത്തിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ മഹാ അഹിയായിട്ടുള്ള പെരുമ്പാമ്പായിട്ടുള്ള ഒരു അസുരൻ വന്നിട്ട്, അസുരനല്ല ആ സമയത്ത്, പിന്നീട് അത് സുദർശനൻ എന്ന വിദ്യാധരനായിട്ട് മാറി. അദ്ദേഹം നന്ദഗോപരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാമ്പിനെ മുക്തി കൊടുത്ത് ഗന്ധർവനാക്കി. ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പത ദമനം കാളിയസ്യാഹേർ മഹാഹേർ നന്ദമോക്ഷണം വ്രതചര്യാതു കന്യാനാം യത്ര തുഷ്ടോച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം. ഗോപകന്യകമാരുടെ വ്രതാചരണം 41 ദിവസത്തെ വ്രതം, കാത്യായനി വ്രതം. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു തേ നമ. ആ വ്രതം കാരണം ഭഗവാൻ അവരുടെ നേരെ പ്രകാശിപ്പിച്ചതായിട്ടുള്ള പ്രസാദം അത് രാസലീലയിൽ കൊണ്ടെത്തിച്ചു. അതേപോലെ യജ്ഞപത്നിമാരുടെ നേരെ ഭഗവാൻ ഉണ്ടായിട്ടുള്ള ഈ അനുഗ്രഹ ബുദ്ധി അത് കർമ്മഠന്മാരായിട്ടുള്ള ആ ബ്രാഹ്മണർക്കുണ്ടായ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടെത്തിച്ചു. വ്രതചര്യാതു കന്യാനാം, ആ
ഗോപികമാരുടെ കാളി പൂജ ചെയ്തുകൊണ്ടുള്ള ഭഗവാനെ കിട്ടണേ ഭർത്താവായിട്ട് എന്നുള്ള നിലയ്ക്ക് നന്ദഗോപസുതനെ ഭർത്താവായിട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള രംഗം. എത്ര തുഷ്ട, ആ സമയത്ത് ഭഗവാൻ നന്നായിട്ട് തന്നെ സന്തോഷിച്ചു. അച്യുത, ഈ കന്യാനാം വ്രതൈഹി, കന്യകമാരുടെ വ്രതത്തിൽ ഭഗവാൻ നന്നായിട്ട് തന്നെ അത് സ്വീകരിച്ചു, ഇഷ്ടപ്പെട്ടു. പ്രസാദ യജ്ഞപത്നീഭ്യ, യജ്ഞപത്നിമാർ കൊണ്ടുവന്നതായിട്ടുള്ള ആ പ്രസാദത്തെ ഭഗവാൻ നന്നായിട്ട് തന്നെ സ്വീകരിച്ചു. വിപ്രാണാം ച അനുതാപനം, ആ യജ്ഞപത്നിമാരുടെ ഭർത്താക്കന്മാരെ സാത്വികരാക്കി തീർത്തു, കർമ്മഠത്വം ഇല്ലാണ്ടാക്കി. ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്നതൊഴിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അവർ പത്നിമാരാകുന്ന ഭക്തകളുടെ ഭർത്താവ് എന്നുള്ളതിന് പകരം അവരെ ഭർത്തൃമാരാക്കിയിട്ട് തീർത്തുകൊണ്ട് അവരിൽ നിന്ന് ഭക്തിയെ സ്വീകരിച്ചു. അത് പശ്ചാത്താപം കൊണ്ട് സാധിച്ചതാണ്, ഭഗവാന്റെ സൂത്രമാണ്. വ്രതചര്യ തു കന്യാനാം യത്ര തുഷ്ടോ അച്യുതോ വ്രതൈഹി പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭി ക്രീഡ ച രാത്രിഷു. പിന്നെ ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി പിടിച്ചുകൊണ്ട് ഇന്ദ്രനും കാമധേനുവും ശ്രീകൃഷ്ണനെ ഗംഗ ആകാശഗംഗയും കൂടി കൊണ്ടുവന്ന് ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തത് ഗോപസ്ത്രീകളോട് ചേർന്നിട്ട് രാത്രിയിൽ നടത്തിയതായിട്ടുള്ള രാസക്രീഡ, ഗോവർദ്ധന ഉദ്ധാരണം, ഇന്ദ്രൻ്റെ പരീക്ഷ. ആ സമയത്ത് ഗോവർദ്ധനത്തെ ഇടത് ചെറുവിരൽ കൊണ്ട് പൊക്കി പിടിച്ചു കൊടയാക്കിയിട്ട്. ശക്രസ്യ, പിന്നെ ഇന്ദ്രൻ്റെ സുരഭേഹേ അധ, ശക്രനും അതേപോലെ സുരഭിയും. യജ്ഞ അഭിഷേകം, യജ്ഞം എന്ന നിലയ്ക്ക് ഒരു സംവത്സരം, ഒരു മറ്റേ ഏകവാരം, ഒരു വാരം, അങ്ങനെ ഒരാഴ്ചയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് യജ്ഞമായിട്ട് മാറി. സപ്താഹം, ആ സമയത്താണ് ഈ സുരഭിയുടെ പാലുകൊണ്ട് അഭിഷേകം ചെയ്തത്. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണനെ സുരഭി പാലഭിഷേകം ചെയ്തത്. അതേപോലെ ആകാശഗംഗയുടെ ജലം കൊണ്ട് കൃഷ്ണന് ഗോവിന്ദ ഗോവിന്ദ എന്ന് ഇന്ദ്രനും അഭിഷേകം ചെയ്തു. പിന്നെ സ്ത്രീഭിഹി ക്രീഡാചരാത്രിഷു, കന്യകമാരുമായിട്ട് രാത്രിയിൽ രാസക്രീഡ നടത്തിയതായിട്ടുള്ള ആ ഭഗവാന്റെ രാസക്രീഡ എന്ന അതിമനോഹരമായിട്ടുള്ള രംഗം. ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭി ക്രീഡാചരാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേഃ വധോ അരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോः. ദുർബുദ്ധിയായിട്ടുള്ള ശംഖചൂഡൻ, അരിഷ്ടൻ, കേശി ഇവരുടെ വധം. അതിനുശേഷം അക്രൂരൻ്റെ ഗോകുലത്തിലേക്കുള്ള വരവ്, ബലരാമനും കൃഷ്ണനും മധുരാരാജ്യത്തേക്ക് പുറപ്പെട്ടു പോയത്, ശംഖചൂഡസ്യ ദുർബുദ്ധേഃ വധം, ദുർബുദ്ധിയായിട്ടുള്ള ശംഖചൂഡൻ്റെ വധം, ദുർബുദ്ധിയായിട്ടുള്ള അരിഷ്ടൻ്റെ വധം, ദുർബുദ്ധിയായിട്ടുള്ള കേശിയുടെ വധം. അതിനുശേഷം അക്രൂരൻ കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ ഗോകുലത്തിലേക്ക് വരുന്നത്, അതിനുശേഷം രാമകൃഷ്ണന്മാർ പ്രസ്ഥാനം ചെയ്യുന്നത്, ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നത്. ശംഖചൂഡസ്യ ദുർബുദ്ധേഃ വധോ അരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോः. വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടികചാണൂര കംസാദീനാം ച യോ വധ. കൃഷ്ണൻ്റെ വേർപാട് നിമിത്തം വ്രജസുന്ദരികൾക്കുണ്ടായിട്ടുള്ള ദുഃഖം. ഗോവിന്ദ ദാമോദര മാധവേദി എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ വഴി തടഞ്ഞുകൊണ്ട് കിടക്കുന്നതായിട്ടുള്ള ഗോപികമാരുടെ ചിത്രം വലിയൊരു വിലാപാണ്. ശ്രീകൃഷ്ണ, ബലരാമൻ ഇവർ മധുരാപട്ടണത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള രംഗങ്ങൾ, പട്ടണം നന്നായിട്ട് തന്നെ കണ്ടത്, കോലിയാപീഠം എന്ന ആ 10,000 ആനകളുടെ ശക്തിയുള്ള, മതിച്ച ആനകളുടെ ശക്തിയുള്ള ആ ആനയെ വധിച്ചത്, മുക്കുതി കൊടുത്തത്, ചാണൂര മുഷ്ടികന്മാരെ വധിച്ചത്, കംസമല്ലന്മാരെ വധിച്ചത്, കംസനെ വധിച്ചത്. വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടികചാണൂര കംസാദീനാം ച യോ വധ. വ്രജസ്ത്രീകളായിട്ടുള്ള ആ ഗോപികമാരുടെ അതിദീനമായിട്ടുള്ള വിലാപം,
ഗോവിന്ദദാമോദരമാധവ ഇതി മധുര ആലോകനം തഥാ. രാമകൃഷ്ണന്മാർ മധുരയിൽ ചെന്ന് മധുരാപട്ടണത്തെ കണ്ടത്. അപ്പോൾ അവിടെ കുബ്ജയെ അനുഗ്രഹിച്ചതുണ്ട്, മാലാകാരനെ അനുഗ്രഹിച്ചതുണ്ട്, തുന്നൽക്കാരനെ അനുഗ്രഹിച്ചതുണ്ട്, രചകനെ വധിച്ചതുണ്ട്. ഗജമുഷ്ടിക ചാണൂര കംസാദീനാം ചയോവധ. കൂലിയാപീഠം എന്ന ആനയെ കൊന്നത്, 8 മല്ലന്മാരെ കൊന്നത്, കംസനെ കൊന്നത്, കംസൻ്റെ സഹോദരന്മാരായിട്ടുള്ള 8 പേരെ കൊന്നത്, അവർക്കെല്ലാവർക്കും സാരൂപ്യമുക്തി കൊടുത്തുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചത്. വ്രജസ്ത്രീണാം വിലാപശ്ച മധുര ആലോകനം തഥാ ഗജമുഷ്ടിക ചാണൂര കംസാദീനാം ച യോ വധ. മൃതസ്യ ആനയനം സൂനോഃ പുനഃ സാന്ദീപനേർഗുരോഃ മധുരായാം നിവസത യദുചക്രസ്യ യൽപ്രിയം കൃതം ഉദ്ധവരാമാഭ്യാം യുധേന ഹരിണാദ്വിജാ ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോ വധ. ഗുരുവായിട്ടുള്ള സാന്ദീപനിയുടെ അടുത്ത് പോയിട്ട് വിദ്യാഭ്യാസം സ്വീകരിച്ചതിന് ശേഷം ഗുരുദക്ഷിണയായിട്ട് മരിച്ചു പോയിട്ടുള്ള ഗുരുവിൻ്റെ ആ പുത്രനെ സംയമനിയിൽ നിന്നും കൊണ്ടുവന്ന് അതിൻ്റെ ഇടയ്ക്ക് ശംഖാസുരനെ ഒന്ന് വധിച്ചു. എന്നിട്ട് പഞ്ചജന്യം എന്ന അസുരൻ്റെ പേര്, പാഞ്ചജന്യം കൈക്കലാക്കി. അങ്ങനെ യമൻ്റെ അവിടെ നിന്ന് ആ ഉണ്ണിയെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നീട് ഉദ്ധവനോടും ബലരാമനോടും കൂടിയിട്ട് മധുരയിൽ വസിക്കുന്ന സമയത്ത് യാദവന്മാരുടെ ഇഷ്ട അനുവർത്തനം ജരാസന്ധൻ ശേഖരിച്ചു കൊണ്ടുവന്ന ആ സൈന്യങ്ങളെ പലവട്ടം സംഹരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ധാരാളം സംഭവങ്ങളുണ്ടായി. ഉദ്ധവനെ ഗോകുലത്തിലേക്ക് വിട്ടത്, പിന്നെ ബലരാമൻ ഒരിക്കൽ കൂടി വന്നത്, ബലരാമനും കൂടിയിട്ട് മധുരയിൽ വസിക്കുന്ന സമയത്ത് അനവധി കാര്യങ്ങളെ ചെയ്തു കൊടുത്തത്, പല പല ഇഷ്ടങ്ങൾക്ക് പല പല രാജ്യരക്ഷാദി കാര്യങ്ങളെ ചെയ്തത്, അതേപോലെ ജരാസന്ധനെ വധിച്ചത്, പാണ്ഡവർക്ക് രാജസൂയം ചെയ്യാനുള്ള അത് ചെയ്തു കൊടുത്തത്, ജരാസന്ധൻ്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചത്, 23 അക്ഷൗഹിണി 18 തവണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മൃതസ്യ ആനയനം സൂനോഃ, ഗുരുവിൻ്റെ മരിച്ചുപോയിട്ടുള്ള ആ ഉണ്ണിയെ കൊണ്ടുവന്ന് കൊടുത്തു. പുനഃ സാന്ദീപനേഹ ഗുരോഃ, സാന്ദീപനി ഗുരുവിൻ്റെ അടുത്ത് നിന്ന് വിദ്യാഭ്യാസം സ്വീകരിച്ച് ഗുരുദക്ഷിണയായിട്ടാണ് അത് ചെയ്തു കൊടുത്തത്. മധുരായ നിവസത, മധുരയിൽ നിവസിക്കുന്ന സമയത്ത് യദുചക്രസ്യ യൽപ്രിയം, യാദവന്മാരായിട്ടുള്ള ഓരോരുത്തരുടെയും പല പല കാര്യങ്ങളെ ചെയ്തു കൊടുത്ത് അത് മുഴുവൻ കൃതം ഉദ്ധവ രാമാഭ്യാം, ചെയ്തത് ഉദ്ധവനും രാമനും ശ്രീകൃഷ്ണൻ കൂടിയിട്ടാണ്. അതേപോലെ യുധേന ഹരിണാദ്വിജാഹ, ബ്രാഹ്മണന്മാർ, ദ്വിജന്മാർ, പിന്നെ ബ്രാഹ്മണൻ്റെ സാന്ദീപനിയാകുന്ന ആ ബ്രാഹ്മണൻ്റെ പുത്രനെ കട്ടുകൊണ്ടുപോയി എന്നോ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഏതായാലും അത് കൊണ്ടുവന്ന് കൊടുത്തത്. അതേപോലെ തന്നെ ജരാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോ വധ, ജരാസന്ധൻ്റെ പുത്രന്മാർ, ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ ജരാസന്ധനാൽ തോൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള രാജാക്കന്മാർ, അനവധി രാജാക്കന്മാർ. അതേപോലെ തന്നെ ജരാസന്ധൻ്റെ സൈന്യം വലിയ ബൃഹത് സൈന്യമാണ്, 100 അക്ഷൗഹിണിയാണ്. അത് പോരാതെ കണ്ടാണ് 23 അക്ഷൗഹിണി × 18 അത് മുഴുവനെ നശിപ്പിച്ചത്, അനവധി തവണയായിട്ട് എന്ന് സാരം. അപ്പോൾ ഭഗവാനാൽ ഇത് ചെയ്തത് മുഴുവൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല, അത്രയും കൂടുതൽ അവിടെ ചെയ്തു കൊടുത്തു എന്ന് സാരം. ഇത് മുഴുവനെ പറയാൻ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഭാഗവതം ആവർത്തനാവില്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒന്ന് സൂചിപ്പിച്ചു പറഞ്ഞു. അതാണ് അല്ലയോ മഹാബ്രാഹ്മണന്മാരായിട്ടുള്ള ശൗനകാദി മഹർഷിമാരെ എന്ന് ദ്വിജാഹ സംബോധനയാണ്. സൂതൻ പറയുകയാണ്, ദ്വിജാഹ അല്ലയോ ഹേ ദ്വിജാഹ, മൃതസ്യ ആനയനം സൂനോഃ പുനഃ സാന്ദീപനേർഗുരോഃ മധുരായാം നിവസത യദുചക്രസ്യ യൽപ്രിയം
കൃതം ഉദ്ധവ രാമാഭ്യാം യുതേന ഹരിണ ചെയ്തതാണ് ഇത് മുഴുവൻ ട്ടോ. അല്ലയോ ശൗനകാദി മഹർഷിമാരെ, ഹേ ദ്വിജാഹ, ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോവധ ഖാദനം യവനേന്ദ്രസ്യ കുശസ്ഥല്യ നിവേശനം ആദാനം പാരിജാതസ്യ സുധർമായ സുരാലയാൽ. മുചുകുന്ദ മഹാരാജാവിനെ കൊണ്ട് യവനനെ വധിപ്പിച്ചത്, യാദവന്മാരെ ദ്വാരകയിൽ പ്രവേശിപ്പിച്ച് ഇരുത്തി സംരക്ഷിച്ചത്, ദേവലോകത്തു നിന്ന് സുധർമ്മ എന്ന പേരായിട്ട് സഭ കൊണ്ടുവന്നത്, പാരിജാതം എന്ന ആ വൃക്ഷം ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്നത്, ഖാദനം യവന ഇന്ദ്രസ്യ വധിക്കുക, യവനൻ ആകുന്ന ഇന്ദ്രൻ്റെ യവന രാജാവിനെ, കുശസ്ഥല്യ നിവേശനം, കുശസ്ഥലി എന്ന ദ്വാരകയിലേക്ക് എല്ലാവരെയും യോഗശക്തി കൊണ്ട് ഭഗവാൻ മധുരയിലുള്ള മുഴുവൻ സൈന്യം, ജനം, പശു, ജീവജാലങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ സ്ഥാവര ജംഗമം രണ്ടാണ്. അതിൽ ജംഗമം മുഴുവനും കൊണ്ടുപോയി, ചില സ്ഥാവരങ്ങളും കൊണ്ടുപോയി. അത് മുഴുവൻ കുശസ്ഥലി എന്ന കടലിൻ്റെ നടുക്കിൽ വിഷ്ണു ലോകത്തിലെ ഒരു നുള്ളു മണ്ണ് അതിൽ ഭഗവാൻ കൊണ്ട് എത്തിച്ചു. 9 ലക്ഷം കൊട്ടാരത്തോട് കൂടിയിട്ട് 16,108 പത്നിമാർ, അവരുടെ പുത്രൻ, അവരുടെ പുത്രൻ പൗത്രൻ എന്നർത്ഥം. അങ്ങനെയുള്ള വലിയ എല്ലാവർക്കും കൂടിയിട്ട് വലിയ കുടുംബസ്ഥനാണ്. അങ്ങനെയുള്ള ത്രിലോകീ ഗൃഹസ്ഥനായിട്ടുള്ള ഭഗവാന് താമസത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുതിർന്നവരുടെയും താഴെയുള്ളവരുടെയും ഒരേപോലെയുള്ള ജീവിതം അവിടെ നടന്നു കുശസ്ഥലിയിൽ. ഖാദനം യവനേന്ദ്രസ്യ കുശസ്ഥല്യ നിവേശനം ആദാനം പാരിജാതസ്യ സുധർമായ സുരാലയാൽ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യ ദ്വിഷദോ ഹരേഃ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം. രുക്മിണിയെ കട്ടുകൊണ്ടുവന്നത്, അതേപോലെ ആരൊക്കെയാണ് തോൽപ്പിച്ചത് അവരെയൊക്കെ തോൽപ്പിച്ചത്. ദ്വിഷദോ പ്രമധ്യ യുദ്ധേ ഹരേഃ ഹരസ്യ ജൃംഭണം യുദ്ധേ. അതേപോലെ ബാണാസുര യുദ്ധത്തിൽ മഹാദേവനെ ഒരു കോട്ടുവായ കൊണ്ട് യുദ്ധത്തിൽ തോൽപ്പിച്ചു. ബാണസ്യ ഭുജകൃന്ദനം, ബാണൻ്റെ 996 കൈകളും അരിഞ്ഞ് 4 കൈകൾ മാത്രമാക്കി തീർത്തത്. രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യ ദ്വിഷദോ ഹരേഃ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം. ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുക വെച്ചാൽ വധിച്ചില്ല കേട്ടോ. സേനയെ വധിച്ചു, മറ്റുള്ളവരെ വധിച്ചില്ല. അങ്ങനെയാണ് രുക്മിണിയെ കൊണ്ടുവന്നത്. ബാണയുദ്ധത്തിൽ ശ്രീ മഹാദേവനെ ജയിച്ച് ബാണൻ്റെ കൈകൾ ഛേദിച്ചത്. പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചെയ്ത് ചൈദ്യ പൗണ്ഡ്രകശാല്വാനാം ദന്തവക്ത്രസ്യ ദുർമദേഃ ശംഭുരോ ദ്വിധപീഠോ മുര പഞ്ചജനാദയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ചദാഹനം. പ്രാഗ്ജ്യോതിഷം എന്നു പേരായിട്ടുള്ള രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള നരകാസുരനെ വധിച്ച് ബന്ധനത്തിൽ കടന്നിരുന്നതായിട്ടുള്ള രാജകന്യകളായിട്ടുള്ള 16,100 പേരെ ശ്രീകൃഷ്ണൻ വധുക്കളായിട്ട് സ്വീകരിച്ച് കല്യാണം കഴിച്ചു. ശിശുപാലൻ, പൗണ്ഡ്രകൻ, സാല്വൻ, ദുർബുദ്ധിയായിട്ടുള്ള ദന്തവക്ത്രൻ, ശംബരൻ, ദ്വിവിധൻ, പീഠൻ, മുരൻ, പഞ്ചജനൻ ഇവരുടെ പരാക്രമ വർണ്ണനങ്ങൾ, വധം, കാശിപുത്രിയുടെ സഹായം എന്നിവ, കാശിപുരിയുടെ ദഹനം എന്നിവ 10ാമത്തെ സ്കന്ധത്തിൽ വിസ്തരിച്ചിരിക്കുന്നു. പ്രാഗ്ജ്യോതിഷപതിം ഹത്വ, പ്രാഗ്ജ്യോതിഷം എന്ന ആ വലിയ രാജ്യത്തിൻ്റെ അധിപതിയായിട്ടുള്ള നരകാസുരനെ വധിച്ച് കന്യാനാം ഹരണം ചെയ്ത് 16,100 കന്യകമാരെ കട്ടുകൊണ്ടുവന്നത്. ചൈദ്യ പൗണ്ഡ്രക ശാല്വാനാം, ചൈദ്യനെ ശിശുപാലനെ വധിച്ചത്, പൗണ്ഡ്രകനെ വധിച്ചത്, ശാല്വരാജാവിനെ വധിച്ചത്, ദന്തവക്ത്രനെ വധിച്ചത്. അവരൊക്കെ ദുർബുദ്ധികളായിരുന്നു, അഹങ്കാരികളായിരുന്നു. ശംബരനെ വധിച്ചത്, ദ്വിവിധനെ വധിച്ചത്, പീഠനെ വധിച്ചത്, മുരനെ വധിച്ചത്, പഞ്ചജനൻ തുടങ്ങിയിട്ടുള്ളവരെ വധിച്ചത്. അവരൊക്കെ ചീത്ത ആളുകളായിരുന്നു. അവർക്കൊക്കെ മുക്തിയും കൊടുത്തു. മാഹാത്മ്യം ച വധസ്തേഷാം, ആ വധത്തിൻ്റെ മുഴുവൻ മഹിമകളും എങ്ങനെയത് അവർക്കൊക്കെ മുക്തി കൊടുക്കാണ്ടായത്. അതുകൊണ്ട് വാരാണസ്യാശ്ചദാഹനം, കാശി വാരാണസിയാണ്. ആ വാരാണസിയായിട്ടുള്ള കാശിയുടെ മൊത്തം കത്തിക്കൽ എന്ന ഒരു അവസ്ഥയും അവിടെ നടന്നു എന്ന് പറയുകയാണ്. കാശി കത്തിപ്പോയി. പ്രാഗ്ജ്യോതിഷപതിം ഹത്വ കന്യാനാം ഹരണം ചെയ്ത്
चैद्यपौण्ड्रकशाल्वानां दन्तवक्त्रस्य दुर्मतेः शम्बरो द्विविधपीठो मुर पञ्चजनादया माहात्म्यं च वध तेषां വാരാണസ്യാഹ ച ദാഹനം വാരാണസിയുടെ ഒപ്പം ദഹിപ്പിക്കൽ കൂടി എന്ന് സാരം. പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചയൽ ചൈദ്യപൗണ്ഡ്രകശാൽവാനാം ദന്തവക്ത്രസ്യ ദുർമദേ ശംബരോ ദ്വിവിധപീഠോ മുര പഞ്ചജനാദയാ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേർനിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപ അവദേശേന സംഹാര സ്വകുലസ്യ ച